എല്ലാ രംഗത്തും പുതുമ തേടുന്നവരാണ് നമ്മൾ. ഏറ്റവും ആധുനികതയിലേക്ക് കുതിക്കാൻ ആഗ്രഹിക്കുന്നവർ. എന്നാൽ ഇവിടെ നമ്മുടെ കേന്ദ്രം ഒന്ന് തിരിഞ്ഞു ചിന്തിച്ചു. അങ്ങനെ പഴമയിൽ നിന്ന് പുതുമ കണ്ടെത്തിയ ആ കാഴ്ചയിലേക്ക്. പൗരാണിക കാലത്തെ തുന്നൽ വിദ്യയിലൂടെ നിർമ്മിച്ച പായ്ക്കപ്പൽ, അതാണ് INSV കൗണ്ഡിന്യ. എഞ്ചിനുകളില്ല, ആധുനിക പ്രൊപ്പൽഷൻ സംവിധാനങ്ങളൊന്നുമില്ല. കാറ്റിന്റെ ദിശയ്ക്കൊപ്പം പായകൾ വിരിച്ച കാറ്റിനെ ആശ്രയിച്ച് നീങ്ങുന്ന വഞ്ചി. ഇന്ത്യയുടെ പുരാതനമായ സമുദ്ര പെരുമയാണ് INSV കൗണ്ഡിന്യയിലൂടെ അനാവൃതമായിരിക്കുന്നത്. അജന്ത ഗുഹാ ചിത്രങ്ങളിൽ ഈ കപ്പലുകളുടെ മാതൃക കാണാം. ഈ ചിത്രങ്ങളും പൗരാണിക ഗ്രന്ഥങ്ങളിലുള്ള വഞ്ചി നിർമ്മാണവും പഠിച്ചാണ് കൗണ്ഡിന്യ നിർമ്മിച്ചിരിക്കുന്നത്. 5ാം നൂറ്റാണ്ടിലേതെന്ന് കരുതപ്പെടുന്ന സ്റ്റിച്ച്ഡ് ഷിപ്പ് നിർമ്മാണ വിദ്യകളാണ് ഈ നാവിക സെയിലിംഗ് വെസലിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ലോഹ അണികൾക്ക് പകരം കയറുകൾ ഉപയോഗിച്ച തടിക്കഷ്ണങ്ങൾ പരസ്പരം തുന്നിച്ചേർക്കുന്നു. ഇതിനുശേഷം ശാസ്ത്രീയമായിട്ടുള്ള മാർഗങ്ങളിലൂടെ നമ്മുടെ നാവികസേന ഡിസൈൻ പുനർനിർമ്മിച്ചു. IIT മദ്രാസ് ഉൾപ്പെടെയുള്ള അക്കാദമിക് സ്ഥാപനങ്ങളുടെ പിന്തുണയോടെ ഹൈഡ്രോഡൈനാമിക് പരിശോധനയും പഠനങ്ങളും നടത്തി. INSV കൗണ്ഡിന്യയ്ക്ക് ഏകദേശം 19.6 മീറ്റർ നീളവും 6.5 മീറ്റർ വീതിയുമുണ്ട്. കൊങ്കൺ തീരം ഭരിച്ചിരുന്ന കദംബ രാജവംശത്തിന്റെ ചിഹ്നമായ ഗന്ധഭേരുവിന്റെയും സൂര്യന്റെയും ചിത്രങ്ങളാണ് ഇരുവശങ്ങളിലുമുള്ള പായ് തുണികളിൽ അച്ചടിച്ചിരിക്കുന്നത്. കപ്പലിന്റെ അഗ്രഭാഗത്ത് ഹാരപ്പൻ സംസ്കാരത്തിന്റെ പ്രതീകമായിട്ടുള്ള പ്രത്യേക ശൈലിയിലുള്ള കല്ല് നങ്കൂരത്തെ അലങ്കരിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രം കടന്ന് തെക്ക് കിഴക്കൻ ഏഷ്യയിലേക്ക് യാത്ര പോയ ഇതിഹാസ യാത്രികനാണ് കൗണ്ഡിന്യൻ. അദ്ദേഹത്തിൻ്റെതല്ലാതെ വേറെ ഏത് പേരാണ് കപ്പലിന് കൊടുക്കാൻ കഴിയുക? നിർമ്മാണത്തിന് പിന്നിൽ മലയാളി കരസ്പർശം തീർച്ചയായും ഉണ്ട്. മലയാളിയായ ബാബു ശങ്കരന്റെ നേതൃത്വത്തിൽ ഗോവൻ ഷിപ്പ്യാർഡിലെ വിദഗ്ധരാണ് ഈ കപ്പൽ രൂപപ്പെടുത്തിയത്. സാംസ്കാരിക മന്ത്രാലയം, ഇന്ത്യൻ നാവികസേന, ഹോഡി ഇന്നോവേഷൻസ് എന്നിവ തമ്മിലുള്ള ഒരു ത്രികക്ഷി ധാരണാപത്രത്തിന്റെ അടിസ്ഥാനത്തിൽ 2023 ജൂലൈയിലാണ് പദ്ധതി ആരംഭിച്ചത്. ഇന്ത്യയുടെ പുരാതനമായിട്ടുള്ള സമുദ്ര പാരമ്പര്യം ലോകത്തിന് മുന്നിൽ വീണ്ടും അവതരിപ്പിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. ഗുജറാത്തിലെ പോർബന്ദറിൽ നിന്ന് ഒമാനിലെ മസ്കറ്റിലേക്കാണ് ചരിത്രയാത്ര. ഇന്ത്യയും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ നിലനിന്നിരുന്ന പുരാതനമായിട്ടുള്ള പരുത്തി സുഗന്ധവ്യഞ്ജന വ്യാപാര പാതകളെ പുനരുജ്ജീവിപ്പിക്കുക എന്നതാണ് ഈ 1400 കിലോമീറ്റർ യാത്രയുടെ പ്രധാന ലക്ഷ്യം. 16 ഇന്ത്യൻ നാവികരാണ് കപ്പലിലുള്ളത്. പഴയതെല്ലാം പഴഞ്ചനല്ല. ഇപ്പോൾ നമ്മൾ ചവിട്ടി നിൽക്കുന്നത് പൂർവികർ പകർന്നു തന്ന വിലപ്പെട്ട അറിവുകളുടെ മുകളിലാണ്. ആ അറിവുകളുടെ ശൃംഖല മുറിയാതെ അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്ന ശ്രമകരമായിട്ടുള്ള ദൗത്യമാണ് നമ്മുടെ സർക്കാർ ഏറ്റെടുത്തിരിക്കുന്നത്. പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്ന് കടലിനെ കീഴടക്കിയ നമ്മുടെ പൂർവികരുടെ അറിവും നൈപുണ്യവും പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്താൻ ഈ യാത്ര സഹായിക്കുമെന്നതിൽ യാതൊരു തർക്കവുമില്ല.